ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? നമ്മുടെ ഇന്നത്തെ കഥയുടെ പേരാണ് കുഞ്ഞു മനസ്സിലെ തിരിച്ചറിവ്. എങ്കിൽ നമുക്ക് കഥയിലോട്ട് പോകാം. അപ്പു എന്ന 10 വയസ്സുകാരൻ തൻ്റെ കൊച്ചു മുറിയിലിരുന്ന് ജനാലയിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. അപ്പോഴാണ് അവൻ കണ്ടത് അവൻ്റെ കൂട്ടുകാരൻ രാഹുൽ പുതിയ തിളങ്ങുന്ന ഗിയർ സൈക്കിളിൽ അപ്പുൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പാഞ്ഞു പോകുന്നത് അവൻ കണ്ടു. ഈശോയെ, നിനക്ക് എന്നോട് മാത്രം എന്താ ഇത്ര ഇഷ്ടക്കുറവ്? രാഹുലിന് പുതിയ സൈക്കിൾ, പുതിയ ബാഗ്, വലിയ വീട്. എനിക്കാണെങ്കിൽ പഴയ തടിപ്പെട്ടിയും ഈ കീറിയ ചെരുപ്പും മാത്രം. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ പരിഭവം കേട്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന അമ്മൂമ്മ അപ്പുവിൻ്റെ അരികിലിരുന്നു. അപ്പുവിൻ്റെ സങ്കടം മനസ്സിലാക്കിയ അമ്മൂമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, നിനക്ക് ഈശോ തന്നിട്ടുള്ള സമ്മാനങ്ങൾ എത്ര വലുതാണെന്ന് നീ ഇതുവരെ കണ്ടിട്ടില്ല. വാ, നമുക്കിന്നൊരു ചെറിയ യാത്ര പോകാം. ഈശോ നിനക്കായി കരുതി വെച്ച ഒരു വലിയ നിധി കാണിച്ചു തരാൻ അമ്മൂമ്മയ്ക്ക് അറിയാം. അമ്മൂമ്മ അപ്പുവിനെ കൂട്ടി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ ഒരു അനാഥാലയത്തിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അപ്പു കണ്ട കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. മുറ്റത്ത് ഒരു വീൽചെയറിൽ ഇരുന്ന് ആകാശത്തെ പക്ഷികളെ നോക്കി കൈവീശി കാണിക്കുന്ന ഒരു കൊച്ചു ബാലൻ. അവൻ്റെ പേര് കണ്ണൻ എന്നായിരുന്നു. കണ്ണന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവനെ സ്നേഹിക്കാൻ അപ്പനോ അമ്മയോ ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്തെ ചിരി അപ്പുവിനെ അമ്പരിപ്പിച്ചു. കണ്ണൻ തൻ്റെ അരികിലിരുന്ന ഉണങ്ങിയ ഇലകൾ കൊണ്ട് പക്ഷികൾക്ക് കൂടുകൾ ഉണ്ടാക്കുകയായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതും അടുത്തുള്ള കുട്ടികളുമായി സന്തോഷം പങ്കുവെക്കുന്നതും കണ്ടപ്പോൾ അപ്പുവിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അമ്മൂമ്മ അപ്പുവിൻ്റെ തോളിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു, നോക്കൂ അപ്പു, ആ കുട്ടിക്ക് നിനക്കുള്ളതുപോലെ ഓടാൻ കഴിയില്ല. സ്വന്തമായി ഒരു സൈക്കിൾ പോയിട്ട് ഒരു നല്ല ജോഡി ചെരുപ്പ് പോലും അവനില്ല. പക്ഷേ അവൻ പരാതി പറയുന്നില്ല. തനിക്ക് ലഭിച്ച ഈ കൊച്ചു നിമിഷങ്ങളിൽ അവൻ എത്ര സന്തോഷവാനാണ്. നിനക്ക് ഓടാനും ചാടാനും നല്ല ആരോഗ്യമുണ്ട്. നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളുമുണ്ട്. നിന്റെ കൂടെ എപ്പോഴും ഈശോയുമുണ്ട്. ഇതൊന്നും ഈശോ തന്ന വലിയ സമ്മാനങ്ങളല്ലേ അപ്പു? നമ്മൾ ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ മറന്നു പോകുന്നു. അമ്മൂമ്മയുടെ വാക്കുകൾ അപ്പുവിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. തൻ്റെ പരാതികൾ എത്ര ചെറുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഓടിച്ചെന്ന് കണ്ണൻ്റെ കൈകളിൽ പിടിച്ചു. തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു പൊതി മിഠായി അവന് നൽകി. കണ്ണൻ്റെ മുഖത്തെ ആ വലിയ ചിരി കണ്ടപ്പോൾ അപ്പുവിന് മനസ്സിലായി, ലോകത്തിലെ ഏറ്റവും വലിയ നിധി പണമോ സൈക്കിളോ അല്ല, മറിച്ച് സമാധാനമുള്ള മനസ്സും മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹവുമാണെന്ന്. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അപ്പുവിൻ്റെ മനസ്സിൽ പഴയ സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ പഴയ സൈക്കിളിൽ സന്തോഷത്തോടെ വീടിന് ചുറ്റും ചവിട്ടി നടന്നു. ഓരോ തവണയും അവൻ ഈശോയോട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നന്ദി ഈശോയെ, എനിക്ക് തന്ന ഈ മനോഹരമായ ജീവിതത്തിന്, എന്നെ സ്നേഹിക്കുന്നവർക്ക്, ഈ നല്ല ആരോഗ്യത്തിന്. അന്നു മുതൽ അപ്പു പരാതികൾ പറയുന്നത് നിർത്തി. പരാതി പറയുന്നതിനേക്കാൾ നന്ദി പറയുന്നതിലാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അവൻ തൻ്റെ ജീവിതത്തിലൂടെ പഠിച്ചു. ഉള്ളതിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥ സമ്പത്തെന്നും ദൈവം എപ്പോഴും നമ്മെ ഓരോരുത്തരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നും അപ്പു തൻ്റെ കൂട്ടുകാരോടും പറഞ്ഞുകൊടുത്തു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.